ഇസ്ലാം നീതിയുടെ മതമാണ്, നന്മയുടെ മതമാണ്, സത്യത്തിന്റെ മതമാണ്. ഇസ്ലാമിൽ വർഗീയതയില്ല, ഭീകരതയില്ല, തീവ്രതയില്ല, അങ്ങനത്തെ യാതൊന്നുമില്ല. എന്നാൽ ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ പേരിൽ വർഗീയതയും തീവ്രതയും അതുപോലെ ഭീകരതയും അനീതിയും പുലർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കക്ഷികൾ ഉണ്ട്. അത് നിഷേധിക്കാൻ കഴിയില്ല. സഹോദരന്മാർ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഞാൻ ആദ്യമായി വയനാട്ടിലെ ഒരു ഉദാഹരണം പറയാം. വയനാട്ടിൽ മുജാഹിദ് പ്രസ്ഥാനം ആദ്യമായി വന്ന പ്രദേശം ഏതാ? മുജാഹിദുകൾ തന്നെ പറയട്ടെ, നമ്മൾ ഇല്ലാത്ത പറഞ്ഞ അനീതിയാണ്, അസത്യമാണ്. നമ്മൾ പറയില്ല, നമ്മൾ സത്യം പറയും, നീതി മാത്രമേ പുലർത്തൂ. ISM വയനാട് ജില്ലാ സമ്മേളന സുവരി 2007 ഇതിൽ നിന്ന് ഞാൻ ആദ്യമായി വായിക്കാം ഒരു ലേഖനം. ഇസ്ലാഹിന്റെ നാൾ വഴികൾ പിണങ്ങോട് എന്ന് പറഞ്ഞൊരു ലേഖനം. ഈ ലേഖനത്തിൽ മുജാഹിദുകൾ ചെയ്ത അനീതി അവർ തന്നെ പരസ്യമായി അഭിമാനത്തോടെ പറയുന്നത് കേട്ടോളി. അനീതി ചെയ്തിട്ട് അഭിമാനത്തോടെ എഴുതി വെച്ചത് കേട്ടോളി. പിണങ്ങോട് ഗ്രാമത്തിലൊരു പള്ളി പണിതത് അന്നത്തെ പൗരപ്രമുഖനായിരുന്ന പുനത്തിൽ മുഹമ്മദ് ആജി ആയിരുന്നു. ഈ പുനത്തിൽ മുഹമ്മദ് ആജിയാണ് അവിടെ പള്ളി ഉണ്ടാക്കിയത്. ഞാൻ പറയല്ലോ, മുജാഹിദ് തന്നെ പറയാം. ഇന്നത്തെ മസ്ജിദുൽ മുജാഹിദീൻ ഈ പള്ളി അത്രേ. ഇന്നത്തെ മുജാഹിദിന്റെ പള്ളി ഈ മുഹമ്മദ് ആജി പരുന്ന പള്ളിയാണ്. കടുത്ത യാഥാസ്ഥികത്വത്തിന്റെ കോട്ടക്കൊത്തളമായിരുന്ന പിണങ്ങോട് ഇസ്ലാഹി പ്രസ്ഥാനം എത്തിക്കുന്നത് വയനാടിന്റെ നവോത്ഥാന നായകൻ CK മമ്മുഹാജിയാവുന്നു. നിങ്ങൾ ആലോചിച്ചു, പുനത്തിന് മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന സുന്നി പണിത പള്ളി അതിപ്പോ മുജാഹിദ് പള്ളിയാണെന്ന് അവർ പറയും. സുന്നി പണിത പള്ളി മുജാഹിദ് കൈവശപ്പെടുത്തുന്ന നീതിയോ അനീതിയോ? നിഷ്പക്ഷമായി മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ ചിന്തിച്ചു നോക്കട്ടെ. ഞാനൊരു വീട് നിർമ്മിക്കുക, വയസ്സ് കഴിയുമ്പോൾ ഓരോ ചങ്ങാതി ഒന്ന് കയ്യിലാക്കുക, എന്നിട്ടോ ഇസ്ലാം നീതിക്ക്, സത്യത്തിന്, നന്മക്ക് എന്ന് പറഞ്ഞ് പ്രസംഗിക്കാം. ഇങ്ങനെ കള്ളൻ പോലീസല്ല, കള്ളൻ പോലീസല്ല, അത് ശരിയുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. അവരുടെ ഈ സുവനീറിൽ തന്നെ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. 1953 പുതിയ ഖാദിയായി പട്ടാമ്പി പറളി സ്വദേശി ജനാബ് TP മുഹമ്മദ് മൗലവി നിയമിതനായി. CKയാണ് അദ്ദേഹത്തെ പെണങ്ങോട്ടെത്തിക്കുന്നത്. അസാമാന്യ ധൈര്യശാലിയും തുർക്കിത്തൊപ്പിധാരിയുമായ അദ്ദേഹം പടച്ചവനു മുമ്പിൽ ഒരു പടപ്പിനെയും ഭയപ്പെട്ടിരുന്നില്ല. ശേഷമുള്ള പ്രവൃത്തി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം പടച്ചവനെ തീരെ ഭയപ്പെട്ടിരുന്നില്ല. കേട്ടോളി, പാണ്ഡിത്യത്തിന്റെ നിറകുടമായിരുന്നു അദ്ദേഹം. ആരോടും അധികം സംസാരിക്കുമായിരുന്നില്ല. 1954 സെപ്റ്റംബർ 3 വ്യാഴാഴ്ച വൈകുന്നേരം പള്ളിയിലെത്തിയ അദ്ദേഹം മുക്രിയെ വിളിച്ചു. പുതുതായിട്ട് പട്ടാമ്പിയിൽ നിന്ന് വന്ന ഖാദി മുക്രിനെ വിളിച്ചു. ഗൗരവതരത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇവിടെ അറബിയിലാണോ മലയാളത്തിലാണോ ഖുത്ബ ഓതൽ? മുക്രി അറബിയിൽ. ഖാദി എന്താ പറയുന്നത്? എന്നാ പിന്നെ ഞാനിവിടെ ഖാദിയാകുന്നില്ല, ഇത് സുന്നിയുള്ള പള്ളിയാ, ഞാൻ വേറെ സ്ഥലത്ത് പോവാണെന്നാണോ പറയുന്നത്? ഇങ്ങനെയാണ് രീതിയാണ്. അയാൾ പറയുന്നത് അങ്ങനല്ല. അയാളെന്താ പറയുന്നത്? കേട്ടോളി. ഖുത്ബക്ക് വാളെടുക്കലുണ്ടോ? മുക്രി ഉണ്ട്. ആ വാളിങ്ങെടുത്ത് കൊണ്ടുവാ. മുക്രി വാളെടുത്തുകൊണ്ട് കൊടുത്തു. എത്ര വാങ്ങ് കൊടുക്കാറുണ്ട്? വാള് കൈ കിട്ടിയതിന്റെ ശനെ ചോദിക്കുന്നത്. എത്ര വാങ്ങ് കൊടുക്കാറുണ്ട്? മുക്രി 2. ഖുത്ബ കിതാബ് എടുത്തുകൊണ്ടുവാ. മുക്രി അതും എടുത്തു കൊടുത്തു. TP അതെല്ലാം വാങ്ങി ഖാദിയുടെ റൂമിൽ അലമാരിയിൽ പൂട്ടിവെച്ചു. വെള്ളിയാഴ്ച രാവിലെ മുക്രിയോട് താക്കീതെന്നോണം പറഞ്ഞു, ഇന്ന് ജുമാക്ക് നീ മാസറ വിളിച്ച് വാളെടുത്തു തരേണ്ടതില്ല, അതിനു മുമ്പ് ബാങ്കും വിളിക്കേണ്ടതില്ല. ഞാൻ മിമ്പറിൽ കയറി സലാം പറഞ്ഞാൽ നീ ബാങ്ക് കൊടുത്താൽ മതി. മുക്രിനോട് പട്ടാമ്പിന്ന് വന്നാൾ കൽപ്പിക്കാണ്. നാട്ടുകാരെടുത്ത പള്ളി, പെണങ്ങോടുകാരെടുത്ത പള്ളിക്ക് പട്ടാമ്പിന്ന് വന്നാണ് കൽപ്പിക്കുന്നത്. നിങ്ങൾ മുജാഹിദിന്റെ നീതി കാണണേ.